രാധികേ, രാധു, എടി വണ്ടിയുടെ ചാവി എവിടെ വെച്ചിരിക്കണേ? സെറ്റിയിലുള്ള എന്റെ ബാഗിലുണ്ട് ബാലേട്ടാ. ഇതെന്താ ബില്ല്? പിയേഴ്സ് സോപ്പ് 5, ഫെയർനെസ് ക്രീം 6, ഹോർലിക്സ് 4, ഷാമ്പു വലിയ ബോട്ടിൽ 5, ഗ്രീൻ ടീ 4 കവറ. ബില്ല് മാറിക്കണം. രാധികേ, എന്താ ബാലേട്ടാ? നീ കടയിൽ പോയി സാധനം മേടിച്ചെന്റെ ബില്ല് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇതേതോ പലചരക്ക് കടക്കാരന്റെ ബില്ല. നോക്ക്. മാറിപ്പോയിട്ടൊന്നുമില്ല. ഇത് ഇവിടത്തേക്ക് ഞാൻ സാധനങ്ങൾ മേടിച്ചെന്റെ ബില്ല. സ്വന്തക്കാരെ കാണിക്കാൻ സ്വന്തമായിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് വേണം എക്സിബിഷൻ നടത്താൻ. ഇവിടെ വീട്ടു ചെലവ് തന്നെ ഒറ്റക്കെടുത്തതിന്റെ പാട് എനിക്ക് മാത്രം അറിയാം. അപ്പോഴവളുടെ ഓരോ ധാരാളിത്തങ്ങൾ അവളുടെ. അതെ, ബാലേട്ടൻ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. വാങ്ങിച്ച സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെല്ലാം കൂടെ തിരിച്ചു കൊടുത്തേക്കാം. പ്രശ്നം തീരുമല്ലോ. അതെന്തായാലും വേണ്ട. ഒരു കാര്യം നീ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആദർശവാനായ ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ പാർട്ടിയിലും എന്നെ അറിയാവുന്ന ജനങ്ങൾക്കിടയിലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് സമ്മാനപ്പെട്ടിട്ടോ. കോമഡി ഷോയിലെ മിക്കവാറും ഒന്നാം സമ്മാനമായ 50 ലക്ഷം രൂപ എന്റെ ടീമിനായിരിക്കും. അതിനകത്തുനിന്നൊരു 10 ലക്ഷം രൂപ എടുത്ത് നിന്റെ കയ്യിലോട്ട് ഞാൻ തരും. വിശ്വസിച്ചില്ലേ? അത് നീ അളിയന്റെ തലയ്ക്ക് മുകളിലൂടെ ഒറ്റ ഏറങ്ങ് വെച്ച് കൊടുക്കണം. അതിങ്ങനെ അടയ്ക്കാക്കുരുകളെ പോലെ പറന്നിറങ്ങുന്നത് കണ്ട് നീ കൈകൊട്ടി ചിരിക്കുന്നത് എനിക്ക് കാണണം. എന്നാലേ എന്റെ ഈ മനസ്സൊന്ന് തണുക്കൂ. മെസ്സേജോ? ശരി ഉത്തരം സെലക്ട് ചെയ്ത് SMS അയക്കൂ. നറുക്കെടുപ്പിലൂടെ $80,000 സമ്മാനം നേടൂ. അമിതാഭ് ബച്ചന്റെ മരുമകളുടെ പേര്: A. കനകദുർഗ, B. രമ്യ നമ്പീശൻ, C. ഐശ്വര്യ റായ്. ഇതിന്റെ ഉത്തരം ആർക്കറിഞ്ഞൂടാത്തത്? C. ഐശ്വര്യ റായ്. ഇപ്പൊ തന്നെ ഒരു SMS അങ്ങ് അയച്ചേക്കാം. ₹1 കാര്യല്ലേ ഉള്ളൂ. C. ഐശ്വര്യ റായ്. ഇതൊക്കെയാണോ? ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണോ ഇമാര് ചോദിക്കുന്നത്? കൊള്ളാലോ. വീണ്ടും മെസ്സേജോ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ ഈശ്വര, $80,000. ഹലോ. മാഡം, ഒരു അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചതാ. 94793514 അല്ലേ? അതെ, അത് തന്നെയാണ്. മാഡത്തിന്റെ പേര് രാധിക TV എന്നാണോ? അതെ, രാധിക TV കറക്റ്റ് ആണ്. പെർഫെക്റ്റ് നെറ്റ്വർക്ക് ഓഫർ ചെയ്ത മത്സരത്തിൽ മാഡം $80,000 വിൻ ചെയ്തത് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. എന്റെ ഫോണിലേക്ക് ഇപ്പൊ മെസ്സേജ് വന്നിരുന്നു. സത്യം പറയാലോ, ഈശ്വരനാണോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. മത്സരത്തിൽ വിജയിച്ചവരുടെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചേ, എനിക്ക് ഒത്തിരി ഹോംവർക്ക് ചെയ്യാനുള്ളതാ. പൊന്നുമോളെ, സന്തോഷം വന്ന ആർക്കായാലും വട്ടുപിടിക്കും. സാക്ഷാൽ മഹാലക്ഷ്മി ഇങ്ങനെ പണം വാരി ചൊരിയാൻ പോവല്ലേ. അതല്ലേ അമ്മ പറഞ്ഞത്, സാക്ഷാൽ മഹാലക്ഷ്മി ഇങ്ങനെ പണം വാരി ചൊരിയാൻ പോവാണെന്ന്. മഹാലക്ഷ്മിയോ? ഇവക്ക് അങ്ങനെ ഒരു കൂട്ടുകാരിയുണ്ടോ? ഹായ്, എന്നാ അമ്മേ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങാം. എന്നാ പിന്നെ ഒരു ബക്കറ്റും കൊണ്ടുപോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് എടുക്കാലോ. തുടങ്ങിക്കളയാം മോളെ. ഞാൻ വിചാരിക്കുന്നത് ഒരു ATM കൗണ്ടറും കൂടെ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങണം എന്നാണ്. SMS-ലൂടെ $80,000 വിൻ ചെയ്ത TV രാധികയ്ക്ക് ചെക്ക് നൽകാനാണ് ഞാൻ വന്നത്. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. 2 ദിവസം മുമ്പ് പ്രീതിയല്ലേ എന്നെ വിളിച്ചിരുന്നത്? അതെ, ഞാൻ വിളിച്ചപ്പോ സർവീസ് ചാർജിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് റെഡിയാണല്ലോ അല്ലേ? 2 ലക്ഷം രൂപയല്ലേ? അതെ. അത് ഞാൻ എന്റെ 2-3 വള എടുത്ത് പണയം വെച്ച് മിനിഞ്ഞാന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. തൽക്കാലം എന്റെ ഹസ്ബൻഡ് ഇതൊന്നും അറിയണ്ട, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഐശ്വര്യമായിട്ട് ഇതൊന്ന് വാങ്ങണം. ഹലോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുവാ. ഇറങ്ങിയിട്ട് വിളിക്കാം.
2 ലക്ഷത്തിന്റെ കൂടെ 1 രൂപയും കൂടെ ചേർത്ത് 2,01,000 രൂപ ഐശ്വര്യമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ദാ, പിടിച്ചോ. താങ്ക്സ് ചേച്ചി. ഫോറിൻ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ബാങ്കിൽ ഈ ചെക്ക് കൊടുത്താൽ മതി. പിന്നെ ഡോളറൊക്കെ കിട്ടിക്കഴിഞ്ഞ് കോടീശ്വരി ആവുമ്പോ ഈ പ്രീതി തോമസിനെ മറക്കാതിരുന്നാ മതി. ഞാൻ ഒരിക്കലും മറക്കില്ല. ചെറുതല്ലാത്തൊരു കമ്മീഷൻ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ അയ്യോ, ഒരു ഗ്ലാസ് ചായ പോലും തരാൻ ഞാൻ മറന്നുപോയി. അതൊന്നും സാരമില്ല ചേച്ചി, ഇനിയും കുടിക്കാലോ. ശരി, എന്നാ ഞാൻ വരട്ടെ. ഓക്കെ. ഇവളിതുപോലുള്ള വയ്യാവലും എടുത്തു വെച്ചേച്ച്. ഞാനിനി എന്ത് ചെയ്യും രാജേഷ് ആങ്ങളെ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നീ ആ നമ്പർ തന്നെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. പെണ്ണല്ലേ? വിളിച്ചു. ആ പെണ്ണിന്റെ നമ്പർ സ്വിച്ച് ഓഫാ. രൂപ 2 ലക്ഷം എന്റെ പോയത്. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? അതെ രാജേഷ് ആങ്ങളെ, നമുക്ക് പോലീസിലൊന്ന് പരാതിപ്പെട്ടാലോ? നീ ഒന്ന് വിട്ട്. ഇതുപോലുള്ള തട്ടിപ്പിപ്പെട്ടിട്ട് പോലീസുകാരുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരുടെ വായിരിക്കുന്ന നമ്മൾ കേൾക്കണം. എടി, ഇതുപോലെ തട്ടിച്ചെടുത്താൽ എന്തെങ്കിലും പൈസയുടെ ഒരു അംശം കിട്ടിയായിട്ടുള്ള ഒരു ചരിത്രം പറയാവോ? അതാണ്. ബാങ്കിലോട്ട് ചെന്ന് ചെക്ക് മാറി ഇപ്പൊ പൈസയും കൊണ്ട് വരാന്നും പറഞ്ഞൊരു വലിയ ബാഗും ഒക്കെ ആയിട്ട് പോയതാ. അപ്പോഴല്ലേ പറ്റിപ്പ് മനസ്സിലായത്. പിന്നെ സാറിനറിയാലോ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് ചെയ്താലും ഞാൻ പറയും, മുഖത്ത് നോക്കി പറയും. ഇങ്ങനെ ഒളിച്ചു വെക്കുന്നതും മറച്ചു വെക്കുന്നതും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. പിന്നെ സാറിന്റെ അടുത്ത് ആയതുകൊണ്ടാ ഞാൻ ഇത്തിരി മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കുന്നത്. പിന്നെ ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. അപ്പൊ എന്റെ ഭാവം മാറും, ഭാഷ മാറും. ഓക്കെ? അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം കാര്യത്തിൽ നടക്കാം ഒരു കുരുമാല്. എന്താന്ന് എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കടി. അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യന് പ്രഷർ ബൂത്ത് പ്രാന്തായിട്ട് നിൽക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ഒന്ന് പറയ്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ബാലേട്ടാ. സത്യമായിട്ട് എനിക്ക് അറിയാത്തോണ്ടാ. ഞാൻ കരുതി ഇതൊക്കെ ശരിക്കും സത്യമായിരിക്കുമെന്ന്. മാത്രമല്ല $80,000 സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല ബാലേട്ടാ. ബാലേട്ടനോട് വാശി പിടിച്ചിരുന്നോണ്ടാ ഞാൻ ഒന്നും തുറന്നു പറയാതെ മറച്ചു വെച്ചത്. 2 ലക്ഷം രൂപ കൊണ്ട് നശിപ്പിച്ചപ്പോ നിനക്ക് സന്തോഷമായല്ല? 3 മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു കുടുക്കിപ്പെട്ട് എനിക്കും പോയടി 3 ലക്ഷം.